എക്സിറ്റ് പോൾ കണക്കുകൾ പുറത്തു വരുമ്പോൾ സൗത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, കർണാടക ഇവയെക്കുറിച്ച് പറഞ്ഞതാണ് ഒരുപാട് പേരിൽ വളരെ ആശ്ചര്യമുണ്ടാക്കിയിരിക്കുന്നത്. ആ കണക്കുകൾ എത്രത്തോളം ഗ്രൗണ്ട് റിയാലിറ്റിയുമായി ചേർന്നു പോകുന്നതാണ് എന്ന സംശയം എല്ലാവർക്കും ഉണ്ട്. സ്വന്തം പാർട്ടിയിൽ നിന്ന് വിലയിരുത്തിയവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ 3 സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോളുകൾ, അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. ഞാൻ ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നതിൽ ഒരുപാട് പേർ എക്സിറ്റ് പോൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ആ സ്ഥാപനം നടത്തിയ എക്സിറ്റ് പോളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെയും അങ്ങ് എഴുതി തള്ളി മറിച്ചിരിക്കുന്നവരുണ്ട്. ചില സംസ്ഥാനങ്ങളിലൊക്കെ ആകെയുള്ള സീറ്റിൻ്റെ ഇരട്ടി വരെ BJP പിടിക്കും എന്നെഴുതി കാണിച്ച നമ്മുടെ സി ന്യൂസ് പോലെയുള്ള അടിമകളുടെ എക്സിറ്റ് പോളുകളുമുണ്ട്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഇതിലാണ് പ്രധാനമായും നമുക്ക് ആശ്ചര്യം തോന്നിയത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാനും നാളുകൾക്ക് മുമ്പ് 2019 നടന്ന എക്സിറ്റ് പോൾ കണക്കുകൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വിവിധ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിങ്ങനെയായിരുന്നു: ഇന്ത്യ ടുഡേ ആക്സസ് LDF 3-5, UDF 15-16, NDA 0-1, CNN ന്യൂസ് 18, LDF 11-13, UDF 7-9, NDA 1, ടൈംസ് നൗ LDF 4, UDF 15, NDA 1, റിപ്പബ്ലിക് ജൻ കി ബാത്ത് LDF 4, UDF 14, NDA 2, റിപ്പബ്ലിക് സി വോട്ടർ LDF 5, UDF 15, NDA 0, ന്യൂസ് എക്സ് നേത LDF 4, UDF 10, NDA 1, ടുഡേയ്സ് ചാണക്യ LDF 4, UDF 16, NDA 0. ഇതായിരുന്നു കണക്കുകൾ. എന്നാൽ ഈ കണക്കുകൾ പോലെ വല്ലതുമാണോ സംഭവിച്ചത്? കഴിഞ്ഞ വർഷം സംഭവിച്ചത് 19-1 ആയിരുന്നു. 19 UDFും 1 LDFും. ആ LDF കാൻഡിഡേറ്റ് ആലപ്പുഴയിൽ നിന്ന് ജയിച്ചതാണ്. അതായിരുന്നു സ്ഥിതിവിശേഷം. എന്നാൽ ഇത്തവണ പ്രവചിക്കുമ്പോൾ ഇതെല്ലാം ആകെ മാറിയിട്ട് ഈ ആക്സിസ് മൈ ഇന്ത്യ തന്നെ 2-3 സീറ്റുകളാണ് BJPക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത്. 2-3 അതിനെ സംബന്ധിച്ച് പറഞ്ഞതിൽ ചില സംഗതികളിൽ പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റിങ്ങലും എന്ന് പറയുന്നു. മറ്റ് ചിലത് തിരുവനന്തപുരവും തൃശ്ശൂരും പത്തനംതിട്ടയും എന്ന് പറയുന്നു. അതിനേക്കാൾ കൗതുകകരമായ കാര്യം വോട്ടിംഗ് പെർസെൻ്റാണ്. UDFന് 41%, LDFന് 29%, NDAയ്ക്ക് 27% എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്ത് സംഘടനാ സംവിധാനത്തിലും അത്തരം കാര്യങ്ങളിലുമൊക്കെ ഏറ്റവും UDFനേക്കാൾ കെട്ടുറപ്പോടെ നിൽക്കുന്ന LDFനാണ് 29% എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ പറയുന്ന കണക്കുകൾ. സാധാരണ കേരളത്തിലെ ഒരു പോൾ സിങ് അതുണ്ടാകുന്നതിന് ഒരു 4-5% വ്യതിയാനം മാത്രം മതി. ഇപ്പോൾ ഈ കണക്ക് പ്രകാരം 29-ഉം 22-ഉം ആണെങ്കിൽ ഈ എല്ലാ UDF സ്ഥാനാർത്ഥികളും ജയിക്കാൻ പോകുന്നത് ഏതാണ്ട് 1.5 ലക്ഷം 1 ലക്ഷം വോട്ടുകൾക്കായിരിക്കും. ആ ഒരു ഫീൽ യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്തവർക്ക് ആർക്കുമില്ല. അപ്പോൾ അതാണ് ഒരാശ്ചര്യം. പിന്നീട് കർണാടകയാണ്. കർണാടകയിൽ അവിടുത്തെ പ്രാദേശിക ചാനലുകളും ആളുകളുമൊക്കെ ഉറപ്പായും കോൺഗ്രസ്സിന് 8-ഉം അത് 13 വരെ പോകാമെന്നും ചിലർ 15 വരെ പോകാമെന്നും പറഞ്ഞു. BJPയുടെ പല മുതിർന്ന നേതാക്കളും കർണാടകയെ വിലയിരുത്തിയത് അവർക്ക് 15 സീറ്റ് വരെ ഉറപ്പുണ്ടെന്നും 13 സീറ്റ് വരെ ഉറപ്പുണ്ടെന്നും ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 22-ഉം 23-ഉം ഒക്കെ സീറ്റുകളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അവിടെ ഈ പറയുന്ന 5 മിനിമം ഗ്യാരണ്ടികൾ ഇവർക്ക് കാശ് കൊടുക്കുന്നതും സൗജന്യ യാത്രയും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്ത് പിന്നെ എന്താണ് അവിടെ വർക്കൗട്ട് ചെയ്തതെന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. അതും ഒരു ആശ്ചര്യകരമായ പ്രഡിക്ഷനാണ്. മൂന്നാമത്തേത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ പ്രീ പോൾ സർവേയിൽ എല്ലാവരും പറഞ്ഞത് 1 സീറ്റ് പോലും BJPക്കും NDAയ്ക്കും കിട്ടില്ലെന്നാണ്. എന്നാൽ ഇപ്പോൾ പ്രവചിക്കുന്നത് 3 സീറ്റ് വരെ കിട്ടുമെന്നാണ്. ആ 3 സീറ്റ് കിട്ടുന്ന കൂട്ടത്തിൽ കടുത്ത മത്സരം നടന്നു എന്ന് പറയപ്പെടുന്ന കോയമ്പത്തൂരില്ല.
കോയമ്പത്തൂരിൽ അണ്ണാമലയെ തോക്കുമെന്ന് തന്നെ പറയുന്നു. പിന്നെ പറയുന്നത് തേനിയും തെങ്കാശിയുമാണ്. സത്യം പറഞ്ഞാൽ അത്തരം പ്രഡിക്ഷൻസ് യഥാർത്ഥത്തിൽ യാതൊരു യുക്തിക്കും നീതിക്കും ഒരു ഗ്രൗണ്ട് റിയാലിറ്റിക്കും ചേർന്നതല്ല എന്നതാണ് ഒരു പ്രധാന കാര്യം. ഇനി ജൂൺ 4 വരെ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ.